ഹലോ ഹായ്, ഇതാണ് ഐസൊലേറ്ററിൻ്റെ ഐസൊലേറ്ററാണ്. പിന്നെ ഇത് ഓരോന്നും ഇത് ഐസൊലേറ്റർ. ഇതാണ് BFD എന്ന് വെച്ചാൽ വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ്. ഇത് BFD നടക്കുന്നത്. ഇത് ഓഫാണ്. 3 കോണ്ടാക്ടർ, ഒരു ഐസൊലേറ്റർ, ഇത് കണക്ടർ. ഇത് ഒരു BFD അഴിച്ചുകൊണ്ട് പോയേക്കുന്നതിൻ്റെ വയറിങ് ടേപ്പടിച്ചിട്ട് ഇത് കംപ്ലൈൻറ്റ് വന്നത് ശരിയല്ല. ഇത് ഐസൊലേറ്റർ. ഇത് ഇതിൻ്റെ ട്രാൻസ്ഫോമർ 220. ഈ ട്രാൻസ്ഫോമറിൽ പോയിട്ട് 220 സപ്ലൈ പോയിട്ട് 24 ഈ BFDക്ക് കൺട്രോളിനല്ല. 24 ഇവിടെ 220 ഒന്ന് 24 പറയുന്നത് വന്ന് 3 ഫേസ്. 3 ഫേസിൻ്റെ ലൈനാണ് വന്നേക്കുന്നത്. കണക്ടറാണ്. ഇതിൻ്റെ ഈ ബോർഡിനെല്ലാം ഇതിന് ട്രാൻസ്ഫോമറിൽ നിന്നാണ് ഈ BFD. ഇതാണ് ഐസൊലേറ്റർ. ഇത് 3 ഫേസിൻ്റെ ബ്രേക്കറാണ്. 3 ഫേസിൻ്റെ LCB ബ്രേക്കർ 3 ഫേസിൻ്റെ. ഇത് ഒന്ന് ഓഫാക്കിയിട്ട് ഇതിൻ്റെ ബോർഡാണ് നമ്മൾ. ഇത് BFDയുടെ ബോർഡ്. ഇത് ഫാൻ, കൂളിംഗ് ഫാൻ. ഇത് അതിൻ്റെ 24 കൺവെർട്ടർ ചെയ്തിട്ട് ഇതിൻ്റെ കൺട്രോളറാണ്. ഇത് BMSലോട്ട് കണക്റ്റ് ആയിരിക്കുന്ന കൺട്രോളർ കൊടുത്തത് BFDയുടെ. ഇത് DC കൺട്രോളർ. ഇത് ഒരെണ്ണം. ഇതാണ് 24ൻ്റെ സപ്ലൈ. 20 ഇതിൽ നിന്ന് പോയത് BFDയുടെ. ഇത് 2 പോൾ MCB ആണ്. ഇത് 3 പോൾ MCB മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട്. ഇത് ട്രാൻസ്ഫോമർ 24 വോൾട്ട് ആക്കി വിടുന്നതാണ്. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ്. ഇത് ഐസൊലേറ്റർ. ഇത് തുറന്നിട്ടേക്കോ. ഇത് ലൈൻ ഇൻഡേറ്റ് അവിടുന്ന ലൈനാണ്. ഇത് 3 ഫേസ് ലൈനാണ്. RYB, അതായത് റെഡ്, ബ്ലൂ, യെല്ലോ അങ്ങനെ വന്നേക്കുന്നത്. ഇത്രയുള്ള ഇതിനകത്ത് BFDയുടെ എന്ന് വെച്ചാൽ വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ്. അതായത് HVAC-യുടെ 400 സപ്പറാണ്. ഇത് പമ്പിന് ഈ എനർജി സേവിങ്ങിന് വേണ്ടിയാണ് ഫിറ്റ് ചെയ്തത്. ഇതിൻ്റെ ബട്ടണൊക്കെ ഉണ്ട്. ഈ ബട്ടൺ ഇത് ചേഞ്ചിങ് ബട്ടൺ. ഇതിനകത്ത് ഇത് അറേഞ്ച് ചെയ്യുന്ന ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്. റീസെറ്റ് ബട്ടൺ ഉണ്ട്. ചുമന്ന റീസെറ്റ്, പച്ച സ്റ്റാർട്ടിങ് ബട്ടൺ അങ്ങനെ കൊടുത്തേക്കുന്നത്. ഓക്കെ. അതിൻ്റെ ഈ ഇവിടുന്നുള്ള പമ്പിൻ്റെ ഓരോ ഓൺ ഓഫ് സ്വിച്ചാണ്. സെലക്റ്റഡ് സ്വിച്ച്. പമ്പിൻ്റെ ഓൺ ഓഫ് സ്വിച്ചായി 3 പമ്പിന് 3 സ്വിച്ച് ഉണ്ട്. ഇതിനകത്ത് സെലക്റ്റഡ് സ്വിച്ച് ഉണ്ട്. അത് പമ്പ് ഈ മാറി